എക്സൈറ്റഡ് ആണോ? പരാജയപ്പെട്ടാണ്ട് അവിടെ ലോഞ്ചിൽ നമ്മൾ വിജയിച്ചു. വിജയശ്രീലാഗ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി ജയ്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഹനോയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിൽ പോയി അവിടെ നിന്ന് പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ഹനോയിൽ എത്തിയത്. Hey, may I know your name? My name is Zoom. You can call me Lily. Lily. ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ്. Thank you. I have fresh ups and all. You know that the check-in time is 2 o'clock. You see? Yeah. So I think it's much better for us. 2 മണിക്കാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഇപ്പം 12 മണി ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ച് കഴിക്കാൻ പോവാണ്. You eat spicy food. I know. നമ്മൾ വന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോവാണ് ഗായ്സ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഹോട്ടൽ ലെനിറ്റ്. ഇതൊരു 6 സ്റ്റാർ ഹോട്ടലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കൊടുങ്കാറ്റിൽ 2 സ്റ്റാർ കാറ്റ് കൊണ്ടേ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോയത് 1 പില്ലർ പഗോഡയും പിന്നെ ഹോച്ചിമിൻ മ്യൂസിയം. Architecture in Southeast Asia, you know, because it just have a one column, one pillar, and they build one pagoda on pagoda. You see, yeah, very very special. Yeah. One should be thumbs up, okay? Yeah. Gentleman on. 1, 2, 3. Sure. ഇതാണ് ഹോച്ചിമിൻ മ്യൂസിയം. ഇവിടെയാണ് വിയറ്റ്നാമീസ് റവല്യൂഷണറി ലീഡറും പ്രസിഡന്റുമായ ഹോച്ചിമിൻ്റെ റെസ്റ്റിംഗ് This പ്ലേസ്. is the exact place where President Ho Chi Minh read Declaration of Independence in 1945. You know, and it also the place where Ho Chi Minh embalmed body is read there. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിനി സ്കേർട്ടും ഷോർട്ട്സും സ്ലീവ്ലെസ്സും ഇടാൻ പാടില്ല. China and North Korea, you know, yes, okay, and you know that. But after 1986, Vietnam implemented the relocation policy, and now Vietnam have a market-oriented economy, you know. And here, what does it mean? It means Great President Ho Chi Minh live forever in our Korea. You see that? And here you can see, you can go back. Here this is the Vietnamese Congress. Vietnamese Congress. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ സ്ട്രീറ്റിലോട്ട് വന്ന് ട്രെയിൻ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഈ സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഒരു അനാഥമായി കിടക്കുന്ന ഒരു പട്ടിക്കുട്ടീനെ കണ്ട് ആരോടെ കെട്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഇതിൻ്റെ ഓണർ തന്നെയാണത്. ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പം ഇതേപോലെ നമ്മൾ പല സ്ഥലത്തും പോകുമ്പം ഇതേപോലെ ഷോപ്പുകളിൽ ഓരോ ടോയ് ബ്രീഡ്സിനൊക്കെ കാണാം. നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, നല്ല രസമാണ്.
ഇതാണ് ഇവിടുത്തെ ട്രെയിൻ ടൈമിങ്സ്. അപ്പം ഇനി ഞാൻ നെക്സ്റ്റ് ട്രെയിൻ കാണണമെങ്കിൽ 7:12 PM ആണ്. പക്ഷെ നമുക്ക് അതുവരെ നിൽക്കാൻ ടൈമില്ല. നെക്സ്റ്റ് ഷെഡ്യൂൾ വന്നിരിക്കുന്നത് വാട്ടർ പെപ്പറ്റ് ഷോ ആണ്. അത് നമ്മുടെ പാക്കേജിലുള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. അങ്ങനെ നമ്മൾ വാട്ടർ പപ്പറ്റ് ഷോ കാണാൻ വന്നിരിക്കുകയാണ്. ഇത് വിയറ്റ്നാമിലെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ്. ഇവർ പപ്പറ്റ്സിനെ വെച്ചിട്ട് കുറേ മോറൽ സ്റ്റോറീസൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ കൂടെ നല്ല സൗണ്ട് എഫക്റ്റും ലൈറ്റ് എഫക്റ്റും കൂടി വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നമ്മളെല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മ്യൂസിക്കും ആ ഒരു അറ്റ്മോസ്ഫിയറും കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഹെലോങ് ബേയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ ഗൈഡ് ലില്ലിൻ്റെ പാട്ടാണ്. അത് കുറച്ച് സമയം നിങ്ങൾ ആസ്വദിക്കും. അങ്ങനെ നമ്മൾ അടുത്തെത്തിയത് ലെജൻഡ് പേൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ പേൾസ് നമുക്ക് എടുക്കുന്ന കാണിച്ചു തരും. പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് കുറേ ക്ലാസ്സുകൾ എടുത്തു തരും. അതായത് പേൾസ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുക, പിന്നെ പേൾസ് എന്തൊക്കെ പ്രൊഡക്ട്സ് ആയിട്ടാണ് യൂസ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും അവർ കാണിച്ചു തരും. പിന്നെ അതിൻ്റെ പുറമെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസും ചെയ്യാം. ഒരു സ്റ്റോർ ഉണ്ട്, അവിടെ നമ്മൾ പേൾസിൻ്റെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. Dry them up to get the powder. We sell the pearl powder for cosmetic company. They're gonna use the pearl powder to make cream for face and for body, for moisturizer and anti-aging. And another shell. പിന്നെ നെക്സ്റ്റ് നമ്മൾ വന്നത് ബാംബു ഫാക്ടറിയിലാണ്. ഇവിടെ ബാംബുവിനെ കൊണ്ട് ഉണ്ടാക്കിയ പല പ്രൊഡക്ട്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാണ്. ഇപ്പോൾ കാണിക്കുന്നതാണ് ബാംബുവിനെ കൊണ്ട് ഉണ്ടാക്കിയ മസാജിങ് അണ്ടർവെയർ. But I don't know how to feel because I'm female. I don't wear that. So if you want to know, you need to try. Who want to try? Who want to try? Try. Okay. Second function. ട്രൈ ചെയ്തതിൻ്റെ ആരെങ്കിട്ടാണ് ഇങ്ങോട്ട് തരുന്നത്. Okay. Second function. You know, most of Vietnamese men in Vietnam, right? In Vietnam, most of gents in Vietnam. അങ്ങനെ ഞങ്ങൾ ഹനോയി വിട്ട് ഹൊച്ചിമിനിലേക്ക് പോവുകയാണ്. ഗൈഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവസാനം വരെ. നല്ലൊരു ഫൺ ലവിങ് ഗൈഡ് തന്നെയായിരുന്നു ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോച്ചിമിൻ സിറ്റിയിലെത്തി. ഇനി നമ്മൾ 2 ദിവസം ഹോച്ചിമിനിലായിരിക്കും എക്സ്പ്ലോറേഷൻ. Tonight, Saturday night. Saturday night. Yeah, exactly. ഇനി 2 ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയായിരിക്കും, A&M ആർട്ട് ഹോട്ടൽ. ഇത് ഹോച്ചിമിൻ ടൗണിൽ തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് മാർക്കറ്റും ബ്യൂവിയൻ വാക്കിംഗ് സ്ട്രീറ്റും വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. രാത്രി എന്തായാലും ഒന്ന് വാക്കിംഗ് സ്ട്രീറ്റ് കാണാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു 500 മീറ്റേഴ്സ് ഉണ്ടായിട്ടുള്ളൂ നമ്മളെ ഹോട്ടൽ ലൊക്കേഷനിൽ നിന്ന്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി സംഭവം എത്തിയെന്ന്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു.
അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കാണാൻ വന്നത് കൂച്ചി ടണൽസ് ആണ്. ഏകദേശം 400ഓളം കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വലിയൊരു ടണൽ നെറ്റ്വർക്കാണ് കൂച്ചി ടണൽസ്. ഇതായിരുന്നു വിയറ്റ്നാം വാറിൻ്റെ മെയിൻ ബാറ്റിൽ ഗ്രൗണ്ട്. ഇത് പണ്ടത്തെ ഒരു ഹൈഡിങ് സ്പോട്ടാണ്. ഈ ഹൈഡിങ് സ്പോട്ടിൻ്റെ അടിയിൽ നിന്നും ചെറിയൊരു ടണലുണ്ട്. എല്ലാ ടണലും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ അധികം തടിയുള്ളവരൊന്നും പറ്റില്ല, കാരണം ചിലപ്പം കുടുങ്ങിപ്പോവും. അമേരിക്കൻ്റെ അഡ്വാൻസ് മിലിറ്ററീൻ്റെ മുന്നിൽ ഇവരെങ്ങനെ പിടിച്ചു നിന്നെന്ന് കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ വന്നാൽ കാണാം. ഇത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് യൂസ് ചെയ്ത ഒരു ടണലാണ്. ഇത് വളരെ ചെറുതാണ്. ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ നമുക്ക് ക്രോൾ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് കറക്റ്റ് ഒരു വിയറ്റ്നാമീസ് സോൾജറിന് പറ്റിയ സൈസാണ്. അമേരിക്കൻ സോൾജേഴ്സിനൊക്കെ ഇതിലൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ 2 വഴിയൊക്കെ ഉണ്ട്, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും. പിന്നെ അധികം ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. എങ്ങനെ സുഭാഷ് ആയാലോ. In the past time, we used to trap for hunting animals, and during the war time, we just want, for the enemies. That's why we used to lose the power of enemies. We used to keep them slowly in the battlefield. So you can see that we dig a hole like this, and we give the bamboo spike, put in the hole, and then we close the leg like this. You see, then we close like this, and have very good camouflage on the top. So you could not find out where it's trapped in the battlefield. പണ്ട് വിയറ്റ്നാമിൻ്റെ അടുത്ത് അധികം വെപ്പൺസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഇവർ ഇങ്ങനത്തെ ഓരോ ടാക്ടിക്സ് ഒക്കെയാണ് യൂസ് ചെയ്തത്. അതായത് ട്രാപ്സ് ആണ്. ഇതിൽ പെടുന്ന എനിമീസിന് ഇഞ്ചറി ഉണ്ടാവും. അതോടെ അവരുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡും കുറയും. അത് ഇവർക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയും ചെയ്യും. So during the war time, the BC army, they get many holes like this. And you know when they dig a small hole like this, and then they use the soil. ഇത് മറ്റൊരു ടാക്ടിക്കാണ്. ഇതിൽ അവർ ക്ലേ ഒക്കെ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കും. എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞിരുന്നിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുക. ഇനി അഥവാ ഇപ്പോൾ അവരുടെ ലൊക്കേഷൻ ആർക്കെങ്കിലും മനസ്സിലായിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും അവർ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ടാവും. അത് നേരെ ടണലായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ അവരെവിടെയാണ് പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റൂല, കാരണം പല ഡയറക്ഷൻ ഉണ്ട് ടണൽസിന്. That's why we don't like the entrance. So that's why it's like a real hole from the war time. But the tunnel system here will collapse right now. You couldn't see anything inside there right now. But this one is the original from the war. We don't like. This is not original one. That one is the original. This is the original. So what is this? Trench. We call like fighting trench. Yeah. The compact trench. So during the war time, the BC army, they just many trenches like this in the battlefield. ഇങ്ങനെ കുറേ ട്രെഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ട്രെഞ്ചിൽ നിന്നാണ് ഇവർ ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇവർ നേരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് ടണലുണ്ട്. ടണലിലോട്ട് ചാടും. ഈ ടണലിൽ തന്നെ 2 സൈഡിലോട്ട് വഴിയുണ്ട്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. ഈ ടണൽസൊക്കെ റിവറിലോട്ടും ലേക്കിലോട്ടും കണക്റ്റഡുമാണ്. അപ്പോൾ ആ വഴിയും അവർക്ക് എസ്കേപ്പ് ചെയ്യാം. Can turn left or turn right, and then when you crawl into the tunnel system, they have many curves like this. And one more time, you can lift it. ഈ ടണലിൻ്റെ അടിയിൽ ജീവിക്കണമെങ്കിൽ നല്ലോണം ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്നൊരു കാര്യമാണിത്. ഇത് ടെർമൈറ്റ്സിൻ്റെ കൂടാണ്, ചെതൽപ്പുറ്റ്. അപ്പം ഈ ചെതൽപ്പുറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അവരതിനകത്ത് കുറേ ഹോൾസ് ഇട്ടിട്ട് ആ ഹോൾസൊക്കെ നേരെ നമ്മളെ ടണൽസിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. That's a fake one. But you see, in this trial, we see army, they use a metal spine, replace bamboo spine. So here's like a metal spine. Okay.
അത് കഴിഞ്ഞ് നാഷണൽ ഡിഫൻസ് സ്പോർട്സ് ഷൂട്ടിംഗ് റേഞ്ചിലോട്ട് പോയി. അവിടെ നമുക്ക് ഓരോ വെപ്പൺസ് ട്രൈ ചെയ്ത് നോക്കാം. AK-47, M14. അപ്പോൾ നമ്മൾ AK-47 എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് ഒരു തോക്ക് ട്രൈ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിചാരിച്ച മാതിരി ഉണ്ടെന്നും കൊള്ളുന്നില്ലായിരുന്നു. വേറെയും കുറേ ടൈപ്പ് തോക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. AK-47 ആയിരുന്നു ബെസ്റ്റ് സെല്ലർ. ബുള്ളറ്റിനാണ് റേറ്റ്. മിനിമം 10 ബുള്ളറ്റ് എടുക്കണം. 10 ബുള്ളറ്റ് എടുക്കാൻ $27. ഇത് ഇവിടുത്തെ ആൾക്കാർ വാർ ടൈമിൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഫുഡാണ് കപ്പയും പീനട്ടും. നമുക്കെല്ലാവർക്കും തരും ഇവിടുന്ന്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ എത്തിയത് വാർ റെമിനന്റ് മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ നമുക്ക് വിയറ്റ്നാം വാറിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ട് അറിയാം. അങ്ങനെ വാർ റെമിനന്റ് മ്യൂസിയം കഴിഞ്ഞിട്ട് നമുക്ക് ബെന്താൻ മാർക്കറ്റിലോട്ടേക്കാണ് പോകാനുള്ളത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ബെന്താൻ മാർക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്ലോത്തിങ്ങും ഹാൻഡ് ക്രാഫ്റ്റ്സും സ്പൈസസും കുറേ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷെ ബാർഗെയിനിങ് മസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെത്തി ഡിന്നർ കഴിക്കാനായിട്ട്. വിയറ്റ്നാമീസ് ഫുഡ് നമ്മൾ ഇന്ത്യൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമ്മളെ പാക്കേജിലും അവർ മോസ്റ്റ്ലി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. ഇന്ന് സൺഡേ നൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലസും ഹിന്ദു ടെമ്പിളും ആണ്. 7 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലെത്തണം. Back in April 30, 1975. Yeah, 2 tanks belong North Vietnamese Army and the VC Army. They crossed the main gate and came inside the palace. And you know the soldier from the tank, he ran up on the top of this palace and replayed the flag. So we got that top for war ended in our country. Yeah, and after 1975, Vietnam was reunified as one nation. So here we call it the witness for the Vietnam War.
Yeah, it happened in April 30, 1975. And in Vietnam nowadays, yeah, we call it April 30. That's the Independence Day. ഇപ്പോൾ പോകുന്നത് ഹിന്ദു ടെമ്പിളിലാണ്. ഹോച്ചിമിനിലാകെ 2-3 ഹിന്ദു ടെമ്പിൾസേ ഉള്ളൂ. അതിലൊരെണ്ണമാണത്. അങ്ങനെ ഒരു ഫൈനൽ ഷോപ്പിങ്ങും കൂടി കഴിഞ്ഞ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.